കിച്ചടിക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ഏതൊക്കെയെന്ന് നോക്കാം. ആദ്യം ഒരു പാവയ്ക്ക ഞാൻ കൊത്തി അരിഞ്ഞതാണിത്. കൊത്തി അരിഞ്ഞ ഒരു പാവയ്ക്ക. കടു വറുക്കാനായിട്ട് വേണ്ട സാധനങ്ങളാണ് ഉള്ളി, കറിവേപ്പില, മുളക്, കടുക്. ചീനച്ചട്ടി ചൂടായി കഴിഞ്ഞാൽ നമ്മൾ 2 സ്പൂൺ റിഫൈൻഡ് ഓയിൽ. ഡയബറ്റിക്സ് ഒക്കെ ഉള്ളവരാണെങ്കിൽ അവർക്ക് ഒലിവ് ഓയിൽ ഉപയോഗിച്ചാൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. അതല്ല, ഇത് തേങ്ങ അരയ്ക്കാത്ത ഒരു പച്ചടിയാണ്. ആർക്ക് വേണോ ഉപയോഗിക്കാം, ഏത് അസുഖമുള്ളവർക്ക് വേണമെങ്കിൽ അത് ഉപയോഗിക്കാം. അപ്പം നമ്മുടെ എണ്ണ ചൂടായി കഴിഞ്ഞു. ഇനി നമുക്ക് കടുക് വറുക്കാം ആദ്യം. അതിന് വേണ്ടിയിട്ട് രണ്ട് മുളക്, കറിവേപ്പില ഇട്ട് നമുക്ക് അതിനോടൊപ്പം തന്നെ 2 പച്ചമുളക് അതും ഇതിനോടൊപ്പം തന്നെ ഇടാം. എന്നിട്ട് നല്ലതുപോലെ പാവയ്ക്ക മൂക്കുന്നത് വരെ വഴറ്റുക. നമ്മുടെ പാവയ്ക്ക അത് മൂത്ത് വരുന്നുണ്ട്. കുറച്ചുകൂടെ മൂത്ത് കഴിയുമ്പോൾ തീ ഓഫ് ചെയ്ത് തണുത്തതിന് ശേഷം തൈര് ഒഴിക്കുക. പിന്നെ കുറച്ച് ഉപ്പൂടെ ആഡ് ചെയ്യുമ്പോൾ തന്നെ കുറച്ച് വേണ്ട ഉപ്പ് ഏകദേശം മൂത്തിട്ടുണ്ട്. അപ്പം നല്ലപോലെ മൂത്ത് നമുക്കിനി തീ ഓഫ് ചെയ്യാം. ഓഫ് ചെയ്ത് കഴിഞ്ഞ് ഇതിന് തണുത്ത് കഴിയുമ്പോൾ ഒരു 3 സ്പൂൺ തൈര് ഒഴിക്കാം. പാവയ്ക്ക കുറച്ച് തണുത്ത്. ഇനി നമുക്ക് ഇതിലോട്ട് തൈര് 3 സ്പൂൺ തൈര് ആഡ് ചെയ്യാം. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന കിച്ചടിയാണ്. വേറെ തേങ്ങയോ ഒന്നും ആവശ്യമില്ല. പെട്ടെന്ന് ഉണ്ടാക്കാം. കിച്ചടി റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന കിച്ചടിയാണ്.